ഇന്നത്തെ ദൈവവചന ധ്യാനം രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ളതാണ്. സദൃശവാക്യം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കുക, അവിടുന്ന് നിന്നെ രക്ഷിക്കും. രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷകനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഉടനീളം കാണുന്നത്. ദൈവം രക്ഷിക്കുന്നത് ആരെയാണ്? സ്വന്തം കഴിവിൽ, ബുദ്ധിയിൽ, ശക്തിയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന, മനുഷ്യരിൽ ആശ്രയിക്കുന്ന ആരെയും ദൈവം രക്ഷിക്കുന്നില്ല. എന്നാൽ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരെ ദൈവം രക്ഷിക്കുന്നു. ശലോമോൻ പറയുകയാണ്, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യും എന്ന് നീ പറയരുത്. ആരൊക്കെയോ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നുണ്ട്, ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. ദോഷം ചെയ്യുവാനുള്ള ശക്തി മനുഷ്യർക്കുണ്ട്. ലാബാൻ യാക്കോബിനോട് പറഞ്ഞത് എത്രയോ ശരിയാണ്. നിന്നോട് ദോഷം ചെയ്യുവാനുള്ള ശക്തി എനിക്കുണ്ട് എന്നാണ്. പൗലൂസ് പറയുന്നത്, ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് ഒരുപാട് ദോഷം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആളുകൾ നമുക്ക് തിന്മ ചെയ്യുമ്പോൾ, ദോഷം ചെയ്യുമ്പോൾ, ആദാമ്യ സ്വഭാവം അനുസരിച്ച് നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് തിരിച്ച് തിന്മ ചെയ്യുവാനുള്ള ഒരു പരിശോധന, പ്രലോഭനം അതിൽ നാം അകപ്പെടാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, തിന്മയ്ക്ക് പകരം നീ തിന്മ ചെയ്യരുത്, ദോഷത്തിന് നീ പ്രതികാരം ചെയ്യും എന്ന് പറയരുത്, ചിന്തിക്കരുത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ദോഷത്തിന് പകരം ദോഷം ചെയ്യുന്നത് പൈശാചികമാണ്. തിന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുന്നത് സാത്താന്യമാണ്. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ പ്രവർത്തിക്കുന്നത് ദൈവികമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമാണ് അതിന് സാധിക്കുക. പ്രശ്നങ്ങൾ അനുനിമിഷം വർദ്ധിക്കുമ്പോൾ, ദോഷം ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, രക്ഷിക്കാമെന്നുള്ള വാഗ്ദത്തമാണ് ദൈവം നമുക്കിവിടെ നൽകുന്നത്. നമ്മെ ദൈവം രക്ഷിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും തിരക്കാണ്. ആർക്കും ഒന്നിനും സമയം ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. വ്യർത്ഥകാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നവർ പോലും പ്രാർത്ഥനയ്ക്ക്, ആത്മീയ കാര്യങ്ങൾക്ക് ഒട്ടും സമയം ഇല്ല എന്ന് പറയുന്നവരാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. ഇത് ഇൻസ്റ്റൻ്റ് യുഗമാണല്ലോ, എല്ലാം പായ്ക്കറ്റിൽ ലഭിക്കുന്ന കാലമാണ്. തിടുക്കത്തോടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ, വളരെ തിടുക്കത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളും പലപ്പോഴും പരാജയത്തിൽ ചെന്നാണ് കലാശിക്കുന്നത്. നമ്മെ ചിരിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും ഒക്കെ നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുന്നവർ തീർച്ചയായും അനുഗ്രഹീതരാണ്. നമ്മുടെ പിതാക്കന്മാർ, ഭക്തന്മാരായ ആളുകൾ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്, പ്രതികാരം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരോട്, ദർശകന്മാരോട് അവർ ആലോചന ചോദിക്കുമായിരുന്നു. അങ്ങനെ ആലോചന പ്രാപിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ജയകരമായിരുന്നു. ആരൊക്കെ അവരുടെ വഴികളെ ദൈവത്തെ ഭരമേൽപ്പിച്ചിട്ടുണ്ടോ, ദൈവം അതെല്ലാം നിവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല ആലോചനകളുണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആലോചന നിവൃത്തിയാകും എന്ന്
സദൃശവാക്യം 19 നാം വായിക്കുന്നുണ്ട്. ഏത് വിഷയത്തിൻ്റെ മേലാണെങ്കിലും ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി, നടത്തിപ്പിനായി, ഇടപെടലിനായി കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങളുമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലണം. നിനക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അല്പസമയം തിരക്കുകളുടെ നടുവിൽ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനായി നാം വേർതിരിക്കുമെങ്കിൽ ഉയരത്തിലെ ശക്തി കൊണ്ടും സ്വർഗീയ ആശ്വാസങ്ങൾ കൊണ്ടും ദൈവം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവർക്ക് യഹോവ നല്ലവനാകുന്നു. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു. അവിടുന്ന് തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം ദൈവം തന്നെ, അതിനാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ നിലവിളി നമ്മിലേക്ക് ചാഞ്ഞ് നമ്മുടെ നിലവിളി കേൾക്കട്ടെ. സ്വർഗീയപിതാവേ, പ്രതികാര മനസ്സോടെ അനേകർ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, അസ്വസ്ഥരായിട്ട് ജീവിക്കുമ്പോൾ, ദോഷത്തിന് പകരം ദോഷം ചെയ്യുമെന്ന് പറയാതെ ദൈവത്തിനായി കാത്തിരിക്കുവാൻ, ദൈവാലോചനയ്ക്കായി കാത്തിരിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.